ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് എങ്ങനെ തംബ്നെയിൽ എഡിറ്റ് ചെയ്യണത് എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കാണുന്ന തംബ്നെയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ് നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ പിൻട്രസ്റ്റിൽ പോയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഒരു തീമിനനുസരിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ലൂമി ക്രീമിൻ്റെ റിവ്യൂ ഉള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള തംബ്നെയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് മാച്ചുള്ള ഒരു റോസ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാണ്. ഒരു വൈറ്റും റോസും മിക്സ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്. എന്നിട്ട് പിക്സാർട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള എഡിറ്റിംഗ് ഒക്കെ പിക്സാർട്ടിലാണ്. പിക്സാർട്ടിൽ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ക്രോപ്പ് ചെയ്തിട്ട് ഒരു തംബ്നെയിൽ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ അതിൻ്റെ യൂട്യൂബാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആഡ് ഫോട്ടോയിൽ പോയി സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കാർട്ടൂൺ രൂപത്തിലുള്ളൊരു ഫോട്ടോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻഷോട്ടിലാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണത്. ഇതിലും അത് സെലക്ട് ചെയ്തിട്ട് കട്ടൗട്ട് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ ലൂമി ക്രീമിൻ്റെ ഒരു ഫോട്ടോ ഇതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫോട്ടോ ആണ് ഞാൻ ആഡ് ചെയ്യണത്. എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ട ഭാഗം സൂം ചെയ്തിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് താഴെ കാണുന്ന ലാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. അതിൽ ഇങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഗ്ലോയിങ് സ്കിന്ന് എന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണോ അതിനനുസരിച്ച് നിങ്ങൾ ഇതിനെ മാറ്റിയാൽ മതി. പിന്നെ അതൊക്കെ നമുക്ക് കളറും ടെക്സ്റ്റൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിനും അനുസരിച്ചിട്ട് മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ വൈറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ലൂമി ക്രീമിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ താഴെ കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഈ ഒരു ടൈമിൽ തന്നെ. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി അത് ഇൻഷോട്ടിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴെ ഷേപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഷേപ്പുകളും അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സെലക്ട് ചെയ്യണമെന്നുള്ളത് വെച്ചെങ്കിൽ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ ഷേപ്പാണ്. അപ്പോൾ ഞാനിതിൽ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കളർ ചേഞ്ചൊക്കെ ചെയ്യാം. എന്നിട്ട് ഞാനത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ടെസ്റ്റ് തന്നെ ഫസ്റ്റ് അതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അത് മാറ്റിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ ആഡ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അവിടെ ടെസ്റ്റ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ചിലതിൻ്റെയൊക്കെ കളറൊക്കെ ചേഞ്ച് ആക്കി കൊടുക്കുക. എല്ലാ ടെസ്റ്റും ഒരുപോലെ തന്നെ ആക്കാതിരിക്കുക. ചിലതൊക്കെ ആ വീഡിയോയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാവും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കളർ ചേഞ്ച് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണ്ട് സ്റ്റൈലൊക്കെ ഉണ്ടാവും. നമ്മുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്നവർ അധികവും നമ്മുടെ തംബ്നെയിലൊക്കെ കണ്ടിട്ടാവും നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഞാൻ താഴെ കാണുന്ന സ്റ്റിക്കറിൽ പോയിട്ട് ലവ് ആരോ എന്ന് സെർച്ച് ചെയ്യാണ്. വീഡിയോക്ക് അനുസരിച്ചുള്ള ഒരുപാട് സ്റ്റിക്കറുകൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റിനനുസരിച്ച് നമുക്ക് സ്റ്റിക്കർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ സൈഡിലായിട്ടുള്ള ആ ഷേപ്പിൽ ലാക്മി ലൂമിലിറ്റി ക്രീം എന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ബോർഡർ ഒന്ന് വൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോന്നും മാറ്റം വരുത്താം. ഇനി നിങ്ങൾക്ക് സേവ് ആക്കിയിട്ട് നിങ്ങളെ തംബ്നെയിലായി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.